നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 8ാം ബജറ്റിൽ ഏറ്റവും പ്രതീക്ഷ കാർഷിക മേഖലയ്ക്കാണ്. താങ്ങുവില സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാക്കുമെന്ന് പ്രഖ്യാപനമുണ്ടാകുമോ എന്നതാണ് കർഷകർ ഉറ്റുനോക്കുന്നത്. വിപണിയിലേക്ക് പണമെത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ വ്യവസായ മേഖലയ്ക്കൊപ്പം ബാങ്കുകൾക്കും അനിവാര്യമാണ്. ഓരോ സിലിണ്ടറിനും 500 രൂപ സബ്സിഡി ഡൽഹിയിൽ വാഗ്ദാനം ചെയ്യുന്നത് ബിജെപിയാണ്. അതേ ബിജെപിയുടെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് രാജ്യം മുഴുവൻ ആ വാഗ്ദാനം നിറവേറ്റുന്നില്ല എന്നാണ് ചോദ്യം. 832 രൂപയുടെ സിലിണ്ടർ അങ്ങനെയെങ്കിൽ 332 രൂപയ്ക്ക് എല്ലാവർക്കും കിട്ടണം. ഹോളിക്കും ദീപാവലിക്കും ഓരോ സിലിണ്ടർ ഡൽഹിയിൽ വാഗ്ദാനം ചെയ്തതും ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ പുറത്തിറക്കിയ പ്രകടന പത്രികയാണ്. പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാസം 2500 രൂപ വാഗ്ദാനം ചെയ്യുന്നതും ഇതേ ബിജെപിയാണ്. ഡൽഹിയിൽ മാത്രം മതിയോ ഈ സൗജന്യങ്ങൾ എന്ന ചോദ്യമാണ് ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ധനമന്ത്രി നേരിടുന്നത്. സമരം ചെയ്യുന്ന കർഷകരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല താങ്ങുവില പ്രഖ്യാപനം അനിവാര്യമാകുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറ്റവും സങ്കീർണമായ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ആദ്യം വേണ്ടത് കർഷകരുടെ കയ്യിൽ പണം എത്തിക്കുക എന്നതാണ്. ചാഞ്ചാടുന്ന വിപണിക്കൊപ്പം ഉൽപ്പന്ന വിലയും വിട്ടുകൊടുത്താൽ കർഷകർ മാത്രമല്ല പട്ടിണിയിലാകുന്നത്. കാർഷിക മേഖലയെ ആശ്രയിച്ച് തൊഴിലെടുക്കുന്ന രാജ്യത്തെ 45% ആളുകൾ കൂടിയാണ്. നിർമ്മലാ സീതാരാമനിൽ നിന്ന് പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് വ്യവസായികളും ബാങ്കുകളുമാണ്. വിലപ്പെരുപ്പവും ഉയർന്ന പലിശ നിരക്കുമാണ് ബാങ്കുകളെ കഷ്ടത്തിലാക്കിയത്. ഈ സ്ഥിതി മറികടക്കാൻ ആദ്യം വേണ്ടത് വിപണിയിലേക്ക് പണം എത്തിക്കുക എന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതി 2008 എന്തു ഗുണമാണോ ചെയ്തത് അതുപോലൊന്നാണ് ഇപ്പോൾ സമ്പദ് വ്യവസ്ഥ ആഗ്രഹിക്കുന്നത്. ഇതിനൊപ്പം തന്നെ വലിയ തോതിൽ പണം ചെലവഴിക്കേണ്ട വൻകിട പദ്ധതികളും വിപണി ആഗ്രഹിക്കുന്നു. എക്സ്പ്രസ് ഹൈവേകളും വലിയ വ്യവസായ ഇടനാഴികളും പോലുള്ള പദ്ധതികളിലാണ് പ്രതീക്ഷ. ബാങ്കുകളിൽ മാത്രമല്ല വിപണിയിലും പണമില്ലാത്ത സ്ഥിതിക്ക് ബാങ്കിംഗ് നയങ്ങൾ കൂടുതൽ ഉദാരമാക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന പോലുള്ള സാധ്യതകൾ ഇപ്പോൾ പരിമിതമായ സ്ഥിതിക്ക് പണം കണ്ടെത്താൻ ധനമന്ത്രി ആശ്രയിക്കുന്ന മാർഗം എന്തെന്നും വിപണി ഉറ്റുനോക്കുകയാണ്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് മലയാളം.